എല്ലാ പ്രിയൂട്ടർക്കും നമസ്കാരം. റോബ് മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ടാറ്റയുടെ ഏറ്റവും പുതിയ സീറ EV കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മളിന്ന് മുംബൈയിലുള്ളത്. വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ്. ആ വാഹനമാണ് ഞങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ കിടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ ടാറ്റയുടെ സിയറ EV എന്ന് പറയുന്നത്. വളരെ നാളുകളായിട്ട് നമ്മൾ നോക്കിയിരുന്നൊരു വാഹനമാണ്. കാരണം ഇതിൻ്റെ ഐസ് വെഹിക്കിൾ ഇറങ്ങിയപ്പോഴും ഇഷ്ടപ്പെട്ട ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഹിറ്റാകാൻ പോകുന്ന ഒരു പക്ഷേ ഐസിനേക്കാളും കൂടുതലായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വാഹനത്തിന് എന്ത് റേഞ്ച് കിട്ടും, ഇതിൻ്റെ ബാറ്ററിക്ക് എന്ത് വാറൻറ്റി ഉണ്ട്, അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും ഫീച്ചറുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ, എത്ര കളേഴ്സ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തതിൽ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഒരു EV ആയിട്ടാണ് പറയപ്പെടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അബുദാബിയിലെ ഒരു വലിയൊരു സാൻഡ് ഡ്യൂൺ വളരെ സിമ്പിളായിട്ട് കയറി, അതായത് V8 എഞ്ചിൻ പോലും തോൽക്കുന്നെടുത്ത് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ടാറ്റയുടെ സിയറയുടെ EV വളരെ നിസ്സാരമായിട്ട് അത് കയറി എന്നുള്ളതാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാൻഡ് ഡ്യൂൺ എന്ന് പറയുന്ന ഒരു മണൽക്കൂനയാണല്ലോ. ആ കൂനയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് തുടക്കത്തിലൊരു 28 ഡിഗ്രിയാണ് വരുന്നത്. അതിനകത്ത് ലൂസായിട്ടുള്ള മണലാണ്. അതിനുശേഷം അത് 36 ഡിഗ്രിയിലേക്കുള്ളൊരു എലിവേഷനിലേക്ക് പോകും. അവിടെ എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടുള്ള ടെറൈനാണ്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 50 ഡിഗ്രിയുള്ള ചെരിവാണ്. ആ ഒരു 300 മീറ്റർ സ്ട്രെച്ച് ഒന്നും നോക്കാതെ ഈ വാഹനം പൊട്ടുപോലെ കയറിപ്പോയെന്നുള്ളതാണ്. അതെല്ലാവരും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. മുമ്പേ നമ്മുടെ ഹാരിയറിൻ്റെ പരസ്യം നമ്മുടെ വാഗമൺ എടുക്കുന്ന സമയത്തും അത് ലോകോത്തര രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു പരസ്യമാണ്. അത് ഭയങ്കര ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഇതും വളരെ ചർച്ചയായിട്ടൊരു കാര്യമാണ്. ഈ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി, അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിസാൻ പാട്രോൾ പോലെയുള്ള മരുഭൂമിയിലെ കപ്പൽ എന്നൊക്കെ അറിയപ്പെടുന്ന വാഹനങ്ങൾ പോലും തോൽക്കുന്നിടത്ത് നമ്മുടെ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് കയറിപ്പോയി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനകത്തുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൂടെയാണ്. Welcome to the largest sand desert in the world, where wind is the sculptor and heat is the law. Far away in the city of gold, an unlikely challenger is heading towards the ultimate off-road challenge. This is it. The dune they call unforgiving for a reason. بتكلم بخص يعني اللي هو عن مرعب. هو يعتبر من أكبر تل عندنا في الإمارات. كيف تخلي السيارة تطلع من البداية لين النهاية تمشي سيدة ما تنحرف، هو تحدي كبير صراحة. People spend weeks and months tuning and modifying engines, suspensions, gearboxes, lots of preparation for this moment. One mistake, 1 second of losing momentum, and the dune will decide the rest. Out here, even modified V8s stop sounding invincible. أولاً هم جايين يجربون السيارة في الصيف. عندك أنت تتميز ليوا برمالها اللي هي الناعمة والمتحركة. At the end, only the strongest, the smartest, and the most capable will do it all the way to the top. 500 newton-meters, that's a lot of torque. But high torque numbers are not enough to worry. You need great power to weight ratio, an optimal wheelbase, and a highly intelligent all-wheel drive system. All clear and good to go, Ben. Good luck and Godspeed. No stock production EV has ever done this before, but that's exactly why we're here. Caution, Ben, you lose momentum here and you are going to sink into the sand. trickiest stage. 50-degree incline. The sand can collapse
limits anytime. Don't stop. The Dune has chosen its legend. Sierra.ev. Legend hypercharged. ഇപ്പോൾ എൻ്റെ കൂടെ കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈനിറ്റാൾ നൊക്ടേൺ എന്ന് പറയുന്ന ഒരു കളറാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന 7 കളേഴ്സിൽ 2 കളറാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കളറാണ് കാണുന്നത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്, ബ്ലൂ കളറാണ്. നമുക്ക് ഒറ്റ കാഴ്ചയിൽ തോന്നുന്നുണ്ടെങ്കിലും വെയിലടിക്കുന്നല്ലേ ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു റെഡ് ടിൻറ്റും കൂടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 6 വേരിയൻസിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇനി EVയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ ബാറ്ററി പാക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 2 ബാറ്ററി പാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 63 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കും അതുപോലെ തന്നെ 75 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 75ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 655 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് വരുന്നത്. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ 510 മുതൽ 530 വരെ റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ വാഹനത്തിന് മാസീവായിട്ടുള്ള ടോർക്കാണ്. നമുക്ക് 306 PS 504 Nm ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ 4 വീൽ ഡ്രൈവ് ആയിട്ട് വരുന്ന വാഹനം, ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത് 4 വീൽ ഡ്രൈവ് ആയിട്ടാണ് വരുന്നത്. ഈ വാഹനം ഓൾ ടൈം 4 വീൽ ഡ്രൈവ് ആണ്. പക്ഷേ നമ്മളിപ്പം ഇതിൻ്റെ ട്രാക്ഷൻ ബോർഡുകൾ വാഹനം ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ നിരപ്പുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകുകയാണെങ്കിൽ റിയൽ ഡ്രൈവ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറനിലേക്ക് വരുമ്പോൾ നമ്മൾ സ്നോയോ മഡോ അങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് വരുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ഈ വാഹനത്തിനെ 4 വീലായിട്ട് എൻഗേജ് ചെയ്യുമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അത് ഇട്ടിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് നിലവിൽ 18,74,000 രൂപ മുതലാണ് ഏറ്റവും ബേസ് വേരിയൻ്റ് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്തേക്ക് 24,79,000 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് ബ്രാക്കറ്റിലാണ് വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഐസ് വെഹിക്കിളും ഇലക്ട്രിക് വെഹിക്കിളും കണ്ടു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം പറയാനില്ല. രൂപത്തിൽ വലിയ വ്യത്യാസങ്ങളില്ല. പക്ഷേ ഫ്രണ്ടിൽ വരുമ്പം ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഐസ് വെഹിക്കിളിലേക്ക് വരുന്ന സമയത്തേക്ക് ഗ്രില്ലിൻ്റെ കാര്യം വരുമ്പോൾ ഒരു ഓപ്പണിംഗ് ഉള്ള ഗ്രില്ലായിരുന്നു. പക്ഷേ നമ്മൾ EVയിലേക്ക് വരുമ്പോൾ ആ എയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി വാഹനത്തിനകത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറൊരു ചേഞ്ചസും പറയാനില്ല. വാഹനത്തിൻ്റെ ലെങ്ത്തിലും ഡയമെൻഷൻസിലും ഒന്നും ഒരു മാറ്റം ഈ വാഹനത്തിനകത്ത് വന്നിട്ടില്ല. നമ്മളിനിയിപ്പം നമ്മൾ സൈഡിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടയേഴ്സിലേക്കൊക്കെ വരുവാണെങ്കിൽ 19 ഇഞ്ച് ടയേഴ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പം ലോവർ വേരിയൻസിലേക്ക് വരുമ്പോൾ 1 ഇഞ്ചിൻ്റെ കുറവുണ്ട്. സൈഡിൽ പ്രൊഫൈലിലേക്ക് വരാം. ഈ കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, അടിപൊളിയായിട്ടൊരു കളറല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. നല്ല ഒരു അപ്പീലിംഗ് ആണ്. ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ മറ്റുള്ള കളേഴ്സും ഭയങ്കര അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ടാറ്റാ സിയറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റാപ്പ് ഓവർ ഗ്ലാസിൻ്റെ ഒരു ഏരിയ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ടാറ്റാ സിയറയിൽ ആ ഒരു ഗ്ലാസ്സാണ് നമ്മൾ അന്ന് മുതലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇനി ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ബൂട്ട് സ്പേസ് ഒക്കെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനമാണ്. 622 ലിറ്ററാണ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് സീറ്റ്സുകൾ നമുക്ക് 60-40 മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഒരു പ്ലേസ് കിട്ടുന്നതാണ്. അതൊക്കെയാണ് നമുക്കൊരു ബാക്കിൽ നിന്ന് പറയാനുള്ളത്. ഞാനിത് കൂടുതലായിട്ട് ഇതിന് ഡീറ്റെയിൽസ് പറയാത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ ഐസ് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അകത്തേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് വാഹനത്തിനകത്ത് വരാനില്ല. ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ ഈ ട്രാൻസ്മിഷൻ മോഡുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ EVയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരു ഓട്ടോമാറ്റിക് രീതിയിലാണ് വരുന്നത്. ഇതിനകത്ത് വേറെ സ്വിച്ചസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കുള്ള ആ ഒരു സ്വിച്ച് തന്നെ ഈ ഒരു ഷിഫ്റ്റർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് QWD അതായത് ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ പോലും വാഹനം ഓട്ടോമാറ്റിക്കലി അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ക്ലസ്റ്ററൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ട്രിപ്പിൾ സ്ക്രീനാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ കോ പാസഞ്ചറിന് വേണ്ടിയുള്ള ഒരു സ്ക്രീൻ നമുക്ക് അവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ IR കണക്ടിവിറ്റി, അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയിൽ ഉള്ള ആൾക്കാർക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ സ്ക്രീൻ ആക്സസ് ചെയ്ത് ഒരുമിച്ച് ഗെയിമൊക്കെ കളിക്കാനുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ കൂടുതലായിട്ടൊന്നും ഈ ഒരു വാഹനത്തെക്കുറിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഈ ഒരു ഫ്രണ്ട് റോ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ബാക്ക് റോയിലൊന്നും ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് കാണിക്കും. കാരണം നമ്മൾ സിയറ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉള്ളതാണ്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ വണ്ടികളിലൊന്നാണ് ടാറ്റാ സിയറ എന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്കിതിൻ്റെ മ്യൂസിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു സംവിധാനമാണ് നമുക്ക് ഈ വാഹനത്തിനകത്തുള്ളത്. ഏകദേശം 12ഓളം സ്പീക്കേഴ്സ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ, അതായത് നമുക്ക് ഈ ഒരു ബോണറ്റിനടിയിൽ നിങ്ങൾ
നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് 55 ലിറ്റേഴ്സിൻ്റെ ഫ്രണ്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് പൊതുവേ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് 2 ബാറ്ററി ഓപ്ഷൻസിലാണ്, ഈ 75ഉം അതുപോലെ തന്നെ ഇത്. വേറെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് വാഹനത്തിൻ്റെ പെർഫോമൻസ് ആണ് കേട്ടോ. വെറും 5.6 സെക്കൻഡുകളിൽ തന്നെ 100 കിലോമീറ്റേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടെ ഇതാണ്. കാരണം ഇത്രയും മാസീവായിട്ടുള്ള ടോർക്ക് ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കയറി പോകും. അടുത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കയറ്റത്തിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ 50% ഗ്രേഡബിലിറ്റി ഈ വാഹനത്തിനകത്തുണ്ടെന്നുള്ളതാണ്. റണ്ണിങ്ങിലാണെങ്കിൽ 60% ഗ്രേഡബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ മണ്ഡലാരണത്തിൻ്റെ കേസ് പറയുമ്പോഴത്തേന് 50 ഡിഗ്രിയുള്ള ചെരിവാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ഒരു ചെരിവാണ്. അപ്പം 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത്രയും കുത്തനെയുള്ള കയറ്റമാണ് കയറി വരുന്നത്. നമ്മൾ പല വീഡിയോസിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഭീമാകാരന്മാരായിട്ടുള്ള വണ്ടികൾ, ഇതുപോലെ പ്രാഡയും അതുപോലെ തന്നെ പജോറയും ഈ ഒരു നിസാൻ പട്രോളും ഒക്കെ കയറി പോകുന്ന കയറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതുപോലും കയറാത്തൊരു കയറ്റമാണ് ഇത് കയറിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ചിത്രത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ബാറ്ററിയുടെ വാറണ്ടിയെക്കുറിച്ച് സംസാരിക്കാൻ ലൈഫ് ലോങ് ആയിട്ടുള്ള വാറണ്ടി നമുക്ക് ടാറ്റ ഈ വാഹനത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. വേറെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ എല്ലാ ഫ്ലീറ്റ്സിലും, അതായത് ടാറ്റയിൽ നിലവിലുള്ള എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലും ലൈഫ് ലോങ് വാറണ്ടിയാണ്. ടിയാഗോ എടുത്താലും, പഞ്ച് എടുത്താലും, നെക്സോൺ എടുത്താലും, സഫാരി എടുത്താലും, ഹാരിയർ എടുത്താലും, എല്ലാത്തിനകത്തും, സഫാരിക്കകത്ത് EV വന്നിട്ടില്ല, ഹാരിയർ എടുത്താലും ഒക്കെ നമുക്ക് ഇതിനകത്ത് ലൈഫ് ടൈം വാറണ്ടിയാണ് വരുന്നത്. ധൈര്യമായിട്ട് നമുക്ക് വാഹനം എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിലവിൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ചതായിട്ടൊരു EV ആയിട്ട് ഇത് വർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐസ് വെഹിക്കിളിനേക്കാളും കൂടുതൽ ആൾക്കാർ ഈ ഒരു വാഹനം പ്രിഫർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനകത്ത് മെയിനായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്ത സമയത്തേക്ക്, നമുക്ക് ഇതിനകത്ത് സസ്പെൻഷൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഫൈലിംഗ് ആയിട്ട് വരുന്ന സൂപ്പർ ഗ്ലൈഡ് സസ്പെൻഷനാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒഴുകി പോകുന്ന ഒരു എഫക്റ്റിൽ തന്നെ കിട്ടുന്നതാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് ചില യൂട്ടിലിറ്റികൾ കൂടി എന്നുള്ളതാണ്. അതിനകത്ത് ഒന്ന് വാലറ്റ് പാർക്കിംഗ് ആണ് കേട്ടോ. വാലറ്റ് പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഇടുങ്ങിയ ഒരു സ്ഥലത്തേക്ക് പാർക്ക് ചെയ്ത് കയറി പോകാൻ പറ്റും. അതായത് ഒരു മരമോ പോസ്റ്റോ വേറൊരു വണ്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പാർക്ക് ചെയ്യണം. പക്ഷേ അങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ ഡ്രൈവറിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കീ ഉപയോഗിച്ച് നമുക്ക് വാഹനത്തെ വാലറ്റ് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സമ്മൺ മോഡ് ഉപയോഗിച്ച് നമുക്ക് വാഹനത്തെ പുറത്തെടുക്കാനും പറ്റും കേട്ടോ. അതൊക്കെ നേരത്തെ നമ്മൾ സഫാരിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം ഫീച്ചേഴ്സും കൂടെ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാറ്റ സിയറ EVയുടെ ബേസിക് ആയിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമ്മളൊരു ഡ്രൈവ് അടുത്ത ആഴ്ച ഇതിൻ്റെ ഡ്രൈവ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ വാഹനം ഓടിച്ചതിന് ശേഷം ഈ 0 to 100 ഒക്കെ നമുക്ക് 5.8 സെക്കൻഡ്സിൽ കവർ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇനി വേറൊരു കാര്യം അതിനകത്ത് പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ബാറ്ററിയുടെ കാര്യത്തിലൊന്നും ഇവിടെ ഞാൻ പറഞ്ഞില്ല, ടാറ്റയുടെ കേസിൽ വരുമ്പോൾ ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. പക്ഷേ ഇപ്പോഴും ആൾക്കാരെ കുഴയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുന്ന സമയത്തേക്ക് ചാർജിങ്ങിന് ഒരുപാട് സമയം വേണ്ടി വരും എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ 120 കിലോവാട്ടിൻ്റെ ചാർജർ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 15 മിനിറ്റ് കൊണ്ട് 250 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഈ വാഹനത്തിനകത്ത് സംഭരിക്കപ്പെടും എന്നുള്ളതാണ്. 6 months ago, we didn't just test a car. We changed what a crash could mean. Today, that legend returns, hypercharged for a new era. Because at Tata Motors, safety isn't tested for controlled conditions. It's tested for the realities of the road, for the moments drivers face every day, and for the ones they never see coming. Because on the road, everything can change in an instant. Ready to launch? 5, 4, 3, 2, 1. Sometimes, the best crash is the one that never happens. But reality doesn't wait. Because sometimes, someone else's mistake becomes your reality. The most dangerous crashes
aren't the ones you expect. The ones no one prepares for are the ones that matter most. So we did. Not for the crash, but for what comes after it. At Tata Motors, safety begins before impact and endures long after it, preventing what can be avoided, protecting what matters when it can't. And preserving safety beyond the impact. Because safety isn't proven at impact, it's proven in everything that follows. Safety that's proven legendary. അപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു EV പാക്കേജാണ് ടാറ്റയുടെ സിയറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് വേണ്ടി എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബിൻ ഷോ.